രാഷ്ട്രീയ കൊലപാതകത്തെ ആസ്പദമാക്കി ലിജു നാരങ്ങാപ്പുറത്ത് എഴുതിയ ആദ്യ നോവലാണ് രക്തസാക്ഷി. നമുക്കൊരാൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പാർട്ടി പറയുമ്പോൾ അതേതു പാർട്ടിയാണെങ്കിലും ആ ഒരാളുടെ നഷ്ടത്തിലൂടെ എല്ലാം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ട്. അണികൾക്ക് പാർട്ടി എന്നത് തന്റെ ജീവനേക്കാളും വലുതാണ്. വിശ്വാസവും വികാരവും പ്രസ്ഥാനത്തിനു വേണ്ടി അടിയറവ് വച്ചവർ തങ്ങളുടെ പാർട്ടിയിലെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് ആക്രമിക്കപ്പെടുമ്പോൾ എന്തിനു പറയുന്നു, തങ്ങളുടെ കൊടിയോ കൊടിമരമോ ആരെങ്കിലും തൊട്ടാൽ പോലും വികാരം വ്രണപ്പെടുന്നു. പിന്നീട് അവർ മനുഷ്യരല്ലാതായി തീരുന്നു. പകപോക്കലിനായി കണ്ണിൽ കാണുന്ന മനുഷ്യരെ കത്തിക്കരയാക്കുമ്പോൾ അവിടെ മനുഷ്യത്വം മരിക്കുകയും രാഷ്ട്രീയം തോൽക്കുകയും ചെയ്യുന്നു. പക്ഷേ അത്തരം ആക്രമണങ്ങളിലൂടെ മരിക്കാതെ ജീവിക്കുന്നവരുടെ കാര്യമാണ് അതിലും കഷ്ടം. ഒന്ന് കരഞ്ഞാൽ കണ്ണു തുടയ്ക്കാൻ പോലും മറ്റുള്ളവരുടെ സഹായം വേണം. ഒരു പിടി ചോറ് വാരി തിന്നാൻ, ഒരു ബീഡി കത്തിച്ചു വലിക്കാൻ, അങ്ങനെ ആഗ്രഹങ്ങൾക്ക് ഓരോന്നിനും. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഞെട്ടിപ്പിക്കുന്ന തലക്കെട്ടുകളോടെ പ്രഭാതങ്ങളെ എതിരേറ്റ ഓർമ്മകൾ നമുക്കുണ്ട്. അപ്പോൾ ആ നാട്ടിലെ മനുഷ്യർ അനുഭവിച്ചിരുന്ന പേടിയും അരക്ഷിതാവസ്ഥയും ട്രോമയുമൊക്കെ വളരെ വ്യക്തമായി ഈ നോവലിൽ വരച്ചുകാട്ടുന്നു. ഓരോ കഥാപാത്രവും അത്രമേൽ ചിരപരിചിതരെന്ന പോലെ നമുക്ക് തോന്നിയേക്കാവുന്ന, അത്രമേൽ ഒഴുക്കോടെ വായിക്കാൻ കഴിയുന്ന രക്തസാക്ഷി സഹനത്തിന്റെ നിശബ്ദതയുടെയും അസഹിഷ്ണുതയുടെ ഉന്മാദവും ഏറ്റുമുട്ടിയ ഒരു നാടിന്റെ ആത്മകഥയാണ്. അതിലുപരി മനോഹരമായൊരു പ്രണയകഥ കൂടിയാണ്. വിമലിന്റെയും അനുവിന്റെയും പ്രണയകഥ.